നിങ്ങളൊരു ഒച്ച കേൾക്കുന്നുണ്ടോ സാറിന്? അപ്പോൾ ഗായ്സ് ഇന്ന് കുറച്ച് കട്ടെടുത്ത് കൊണ്ടുപോകാനാണ് ഒതായിന്ന് ഇടണ പറക. അപ്പോൾ നമ്മൾ കട്ടെടുക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ് ഒതായിക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷം കാണാം. അങ്ങനത്തെ അപ്പം നമ്മൾ മൈത്ര കൂത്തുപറമ്പെത്തി. ഈ കൂടെ നേരെ രഞ്ചേരി വഴി നമ്മൾ പാലോത്തേക്കാട് ചാടും. പാലോത്ത് നേരെ ഒതായി റോഡ്, ഒതായി എടവണ റോഡ് ഒതായി. അങ്ങനെയാണ് നമ്മളെ ഇപ്പോഴത്തെ റൂട്ട്. അതന്നെ ഉള്ളൂ, വേറെ റൂട്ടൊന്നും ഇല്ല ഒതായിക്ക്. ഇതിൽ കൂടെ പോകുമ്പോട്ടോ. അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ തെഞ്ചേരിയിൽ നിന്ന് പാലോത്ത് റോഡ് കയറിയിട്ടുണ്ട്. നേരെ നമ്മൾ ഈ റോഡ് ചെന്നിറങ്ങുക പാലോത്ത്. അവിടുന്ന് റൈറ്റേക്ക്, പാലോത്ത് നിന്ന് റൈറ്റേക്ക്. അങ്ങനത്തെ ഇപ്പം നമ്മൾ ഒതായി റോഡ് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എടവണ്ണ ഒതായി ഈ റോഡ് നേരെ എൻ്റെ കയ്യിൽ എടവണ്ണ നിലമ്പൂർ അങ്ങോട്ട് പോകും മഞ്ചേരി. ഇത് നേരെ എടവണ്ണ പാലത്തിൻ്റെ അങ്ങോട്ട് എത്തുക. നമുക്ക് അതിൻ്റെ മുന്നേ ഒതായി സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥലം. ഒതായി ആണ് കട്ട കമ്പനിയിൽ കട്ടെടുക്കാൻ. കട്ടായതുകൊണ്ട് എന്താ വെച്ചാൽ വണ്ടികളില്ലെങ്കിൽ വേഗം കയറ്റി തരുമല്ലേ. ഇറക്കാൻ എങ്ങനെ അറിയില്ല, സൈറ്റ് എങ്ങനെയൊന്നും അറിയില്ല. കയറ്റണ സൈറ്റ് കുഴപ്പമുണ്ടാവില്ല, ഇറക്കണ സൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിക്കാറ് ചിലപ്പം. എങ്ങനെ അറിയില്ല, സുഖമുള്ള സൈറ്റ് ആയാൽ മതി. ഏറ്റവും കയറി ഇറങ്ങിയാൽ ഒതായി എത്തി. ഒതായി കട്ട കമ്പനി നോക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ കട്ട കമ്പനി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏത് കട്ട അറിയില്ല, നോക്കിയിട്ട് 400 പീസ് കയറ്റല്ലേ. അങ്ങനെ ഇതിൽ ഏതോന്നാണോ പറഞ്ഞത് ബായ്. വണ്ടീൻ്റെ ഇവിടെ ഒരു കമ്പി ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഡേഞ്ചറാ. അതെങ്ങനെയാ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായ കമ്പിയാണ്. അത് ബോഡി അഴിഞ്ഞു പോകാൻ അതാണ് തോന്നുന്നത്. അതിന് ഒന്നുകൂടി അതെന്താ വെച്ചാൽ ഈ വണ്ടി പറഞ്ഞാൽ മരത്തിനും പോവേണ്ട, മരം എടുക്കേണ്ട. അപ്പം നമ്മൾ ബോഡി അയക്കലും ഉണ്ട്, ബോഡി ഇടലും ഉണ്ട് കേട്ടോ. ബോഡി നമ്മൾ അയക്കലുണ്ട്, ഇടലുണ്ട്. ചിലപ്പോൾ ഇന്ന് അയച്ചാട്ടേ കയറാം, നാളെ ഇട്ടാട്ടേ കയറാം, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഓഫാക്കി ഇടും, ചായ അടിച്ചിട്ട് കയറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സംഭവം ആ കമ്പി അങ്ങനെ നിൽക്കണത്. നമ്മൾ വണ്ടി മരത്തിന് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ പർപ്പസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അരീക്കോട് മഞ്ചേരി മുക്കം ഇവിടുന്ന് ഇങ്ങോട്ട് സാധനം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ചായ അടിച്ച് കഴിഞ്ഞിട്ട് അവൻ കയറ്റൽ കൊടുക്കും. അപ്പം അത് കാണിച്ചു തരാം. അപ്പോൾ അതുവരെ ഇവിടെ പോസ്റ്റ് തേങ്ങൊന്നുമില്ല, കുഴപ്പമില്ല. പട്ടണയിൽ നമുക്ക് എല്ലാ വണ്ടികളുണ്ട്. ദോസ്ത് ഉണ്ട്, ബൊലോറോ പിക്കപ്പ് ഉണ്ട്, 407 ഉണ്ട്, മസ്ത ഉണ്ട്, HR ഉണ്ട്. HR 2 വേരിയൻ്റ് ഉണ്ട്. എല്ലാ വണ്ടിയും ഉണ്ട് നമ്മുടെ അടുത്ത്. HR ബൊലോറോ തന്നെ 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും, എന്ത് സാധനങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് കൊണ്ടുവരണം, ഇവിടുന്ന് കൊണ്ടുപോകണോ, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതൊരു 6 ടണ്ണിൻ്റെ വണ്ടിയാണ്. ടണ്ണൊന്നും നിങ്ങൾ നോക്കണ്ട, കൂടിയ ടണ്ണുണ്ട്, കുറഞ്ഞ ടണ്ണുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങളെ സാധനം എന്താണെന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ റെഡിയാണ് നിങ്ങളെ ബിസിനസ്സിൻ്റെ സാധനങ്ങൾ എത്തിക്കാൻ. നമ്മളെ ക്യാപ്ഷൻ അതാണ്, റെഡി ടു മൂവ് യുവർ ബിസിനസ്. ഓക്കെ, നമ്മളെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ റെഡിയാണ് മൂവ് ചെയ്യാൻ. നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങളൊരു ഒച്ച കേൾക്കുന്നുണ്ടോ സാറിന്? എന്നാ അറിയില്ല, ഏറാ എന്തായാലും വണ്ടീൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. സ്റ്റെപ്പിനി ഇല്ലല്ലോ, ഇവിടെ അടുത്ത ഉടനെ ഇപ്പം ലോങ് പോകുമ്പോൾ സ്റ്റെപ്പിനി കൊടുക്കും. അങ്ങനെ നമ്മൾ വണ്ടി വെച്ച് കൊടുക്കുകയാണ് കട്ട കയറ്റാൻ. പാർക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ കട്ട കമ്പനിയിലെ ചോറ് അതുപോലെ പറഞ്ഞ മാതിരി വെച്ചെടുക്കണം വണ്ടി. ഇപ്പോൾ അത് അവിടെ വെച്ചെടുത്ത് വണ്ടി കയറ്റാൻ 400 കട്ട. കട്ട ലോഡ് കയറ്റി തുടങ്ങിയിട്ടുണ്ട്. 400 കട്ട മസ്ത. അങ്ങനെ ഒരു ചായ അടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് കട്ട കയറ്റി തരൽ തുടങ്ങി.
ഇവര് 4-5 ആൾക്കാരുണ്ട്. ബേം കയറ്റൽ തുടങ്ങിയ ഒരു 10-20 മിനിറ്റ് കൊണ്ട് വേഗം കഴിയും പരിപാടി. ഇവരെ 4-5 ആൾക്കാരുണ്ടായതുകൊണ്ട് അവിടെ കഴിഞ്ഞിട്ട് 2 വണ്ടി ഗൂഡല്ലൂർക്ക് കട്ട ഉണ്ടാവാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കയറ്റി കഴിഞ്ഞിട്ട് വേണം അവർക്ക് അത് കയറ്റാൻ. നമ്മളെ വണ്ടിയിൽ 400 കട്ട ആണ് കയറ്റണത്. പോലെ 400 കട്ട ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കയറ്റി നിൽക്കുകയാണ്. നമ്മൾ വേഗം തീർക്കും. ഭായിമാർ പാട്ടൊക്കെ ഇട്ട് നല്ല ജോളിയാക്കിയിട്ട് കയറ്റണത്. അങ്ങനെ കട്ട കയറ്റി പകുതിയായി. വണ്ടി ബാക്കിങ് വെച്ചു. കട്ട കയറ്റണത് പ്രശ്നം. അങ്ങനെ ബാക്ക് കെട്ടി വരും, സൈഡൊക്കെ കണ്ടി വരും. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു 3/4 ഭാഗം ഫില്ലാക്കി. നമുക്ക് പിന്നെ ബോഡി ലെവലിൽ മാത്രം അങ്ങ് വരുള്ളൂ. 400 കട്ട അറിയുമ്പം ഹൈറ്റ് ഉണ്ടാവില്ല. ദാർപ്പായിട്ട് മൂടേണ്ട ആവശ്യമില്ല, കയറിട്ട് കെട്ടേണ്ട ആവശ്യമില്ല. ബോഡി ലെവലിൽ മാത്രം കറക്റ്റ് ലെവലിലായിക്കാരം 400 കട്ട. നമ്മൾ ഇതിന് മുമ്പ് 400-450 കട്ട കൊണ്ടുപോയി. 450 കട്ട വേറെ വണ്ടിയിലാണ്. ഇതിൽ 400 കട്ട റെഡിയാണ് ബോഡി ലെവലിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ കട്ട കമ്പനി ഓല് സൈഡിലൊക്കെ വരുമ്പോൾ സൈഡിൽ വെക്കണം. ഓല അടുപ്പിച്ച് നിർത്താൻ പറയുമ്പോൾ അടുപ്പിച്ച് നിർത്തണം. അപ്പുറത്തെ ഡോർ തുറക്കാൻ പറയുമ്പോൾ അപ്പുറത്തെ ഡോർ വെക്കണം. അത് പിന്നെ പോലെ സൗകര്യം പോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം. കാരണം ഓൽക്കും സുഖമാണ്, നമുക്കും സുഖമാണ്. നമുക്ക് വേഗം കട്ടേറ്റി പോവാം. ഈ കട്ട കമ്പിന്ന് കുഴപ്പമില്ല. ഓല് പറഞ്ഞിടത്തേക്ക് അങ്ങ് വെച്ചെടുക്കേണ്ട ഒരു വണ്ടി. അങ്ങനെ കട്ട ഫുള്ള് ലോഡ് കയറ്റി ഇനി നേരെ എടവണ്ണപ്പാറക്ക് പോവാണ്. നേരെ എടവണ്ണപ്പാറക്ക് കട്ട ഫുൾ ലോഡായി. എയർ റെഡി. നല്ല സാധനം ഉണ്ട്. ഇത് നല്ല ഇങ്ങനെ പോവാം. അപ്പോൾ ഇവിടുന്ന് റോട്ടിലേക്ക് കയറണം. റോട്ടിലേക്ക് കയറിയിട്ട് കാണാം. ഓക്കെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലോഡ് കയറ്റി കട്ട കമ്പനിയിൽ ലോഡ് കയറ്റി ഇനി നേരെ എടവണ്ണപ്പാറക്ക് പോകണം. നമ്മൾ പാലോത്തുനിന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് മൈത്രന്ന് അങ്ങനെ മൈത്ര പോയി അരീക്കോടുക്കാണ് പോണത്. അപ്പോൾ നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വണ്ടി. നല്ല കനുണ്ട്. കട്ടല്ലേ, 6 ഇഞ്ചിൻ്റെ കട്ട തോന്നുന്നുണ്ട്. 6-5 ഏതൊരു ഇഞ്ചാണ്. നല്ല കനുണ്ട് വണ്ടി. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ പോവാണ്. പിന്നെ വണ്ടി പറഞ്ഞാൽ ഏത് കയറ്റവും വലിഞ്ഞു പോകും. ഫസ്റ്റ് കിട്ടാൽ എത്ര കനയാണെങ്കിലും ഫസ്റ്റ് കിട്ടാൻ അങ്ങ് വലിഞ്ഞു പോയിക്കോളും. മസ്ത നല്ല വലിവില്ല വണ്ടിയാണ്. ഈ വണ്ടിക്ക് ചെറിയൊരു വലിവ് കമ്മി ഉണ്ടെങ്കിലും, വലിവ് കമ്മിയല്ല, ഗിയറിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും ഏത് കയറ്റവും വണ്ടി കയറി അങ്ങനെ പോയിക്കോളും. നോ ചൊറ. റോഡിന് അരീക്കോട് റോഡിന് കയറിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ റോഡല്ലാതെ നേരെ പാലോത്തുനിന്ന് ഇടത്തോട്ടേക്ക് തിരിയാതെ നേരെ പോവാം. മൂർക്കനാട് നിന്ന് പത്തനാപുരം, പത്തനാപുരത്ത് അരീക്കോട് അങ്ങനെയും പോരാ. പക്ഷേ അത് നല്ല കയറ്റാണ് മൂർക്കനാട്. കയറ്റം കയറി പിന്നെ മാത്രമല്ല ഒരു ഇടുങ്ങിയ വീതി കുറഞ്ഞ റോഡ്. അതാകുമ്പോൾ വലിയ വണ്ടികളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല റോഡും കിട്ടും. ചെറിയ ചെറിയ കയറ്റങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വേഗം നമുക്ക് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യാം. ഒന്നുകൂടി സുഖതാണ് നമുക്ക് അതിൽക്കൂടെ മൈത്ര കൂടെ വരുമ്പോൾ. പോയോണ്ടിരിക്കാനാണ് ഇതിൻ്റെ ഗിയർ. സെക്കൻഡിക്ക് ചാടാൻ ബമ്പം പടിയാണ്. എന്നാൽ തേർഡിക്കും ഫോർത്തിക്കും സുഖമായിട്ട് ചാടും. സെക്കൻഡിക്ക് ചാടാൻ അമ്മേ ഇതിലൊരു ദിവസം പോയാൽ ഷോൾഡറും അവിടെ പോകും. അങ്ങനെ അപ്പോൾ നമ്മൾ മൈത്ര കൂത്തുറമ്പ് എത്താനായി. കൂത്തുറമ്പ് ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ കൂത്തുറമ്പ് എത്തും. കൂത്തുറമ്പൊന്നും പോകാണ്ട് അങ്ങനെ നമ്മളിപ്പോൾ കൂത്തുറമ്പ് കഴിഞ്ഞ് ഇനി നേരെ അരീക്കോട്. നമ്മൾ ഏത് ചെറിയ ചെറിയ കയറ്റങ്ങളുണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെ കയറുള്ളൂ. അതേമാതിരി ഏത് ചെറിയ ഇറക്കുണ്ടെങ്കിലും ഹൈ ഗിയർ ഇട്ട് ഗിയർ ഡൗൺ ആക്കിയിട്ട് ഇറങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ബ്രേക്ക് കിട്ടൂല. പിന്നെ തിരക്കുടിച്ച് പോകേണ്ട ആവശ്യമില്ല. കട്ടയാണ്, മെല്ലെ പോയാലും മതി. അവിടെ ഇറക്കാൻ നമ്മളെ ആൾക്കാരുണ്ടാവും. വൈപ്പർ കട്ടെ ഇനി മേലെ എത്തിയിട്ട് കാണിച്ചാൽ അതൊരു കയറ്റം. മഴ പോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ മൈത്ര പാലം എത്താൻ പോവാണ്. വണ്ടി തീരെ വലിവില്ല. പവറുണ്ട്, പക്ഷേ ഫസ്റ്റ് കിടണം കയറി പോകണമെങ്കിൽ. ഇപ്പോൾ തേർഡിലാണ് പോകണം. ഇവിടെ മഴയല്ല, അവിടെ മൈത്ര ഭാഗത്ത് മഴ പെയ്ത്. ഇവിടുന്ന് അരീക്കോട് റോഡിന് തിരിയണം. അങ്ങനെ അപ്പോൾ നമ്മൾ അരീക്കോട് റോഡിന് തിരിഞ്ഞിട്ടുണ്ട്. മൈത്രന്ന് അരീക്കോട് നിന്ന് നമ്മളെ ആൾ കയറാറുണ്ട്, മലയാളി കയറാറുണ്ട്. പിന്നെ നേരെ എടവണ്ണപ്പാറയ്ക്ക് പുത്തലം. നമ്മളിപ്പോൾ എടവണ്ണപ്പാറ എത്തി. എടവണ്ണപ്പാറന്ന് കൊണ്ടോട്ട് റോഡ് കയറിയിട്ട് അവിടെ തന്നെയാണ് ഇറക്കേണ്ടത്. ഇനി വണ്ടി ബാക്ക് വെച്ചെടുക്കട്ടെ.
അങ്ങനെ എടന്നപ്പാറെത്തി വണ്ടി കട്ടിറക്കാൻ വെച്ചുകൊടുത്ത് രണ്ടാൾക്കാരുണ്ട് കട്ടിറക്കാൻ, രണ്ട് നമ്മളെ മലയാളിമാർ തന്നെയാണ് വണ്ടീൻ്റെ കട്ടിറക്കണ പോലെ. അതെങ്ങനെയാണ് നമ്മളെല്ലാ പണിയെടുക്കും. കട്ട ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. 400 കട്ടുണ്ട് മൊത്തം. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും പാടെ ഇങ്ങനെ ഇറക്കുക. വണ്ടി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ അടിച്ചു തരാൻ പോവാണ് പ്ലാറ്റ്ഫോം. ഈ ഭാഗത്തെ കട്ടിറക്കി കഴിഞ്ഞാൽ അടിച്ചു തരും എടുക്കുക. കാരണം എന്താ വെച്ചാൽ അടുത്ത ലോഡ് കയറ്റുമ്പോൾ വണ്ടി ആരാണോ കൊണ്ടുപോകണം ഓൽക്കും സുഖമാണ്, ബാക്കിൽ വരുന്ന വണ്ടിക്കാരനും സുഖമാണ്, പാറൂല, പൊടി പാറൂല. അങ്ങനെ ഈ സൈഡ് മൊത്തം അടിച്ചേരി കഴിഞ്ഞ് ആ ഭാഗത്ത് കട്ട ഇറക്കി കഴിഞ്ഞിട്ട് അവിടെ അടിച്ചു തരണം, അത് കഴിയും. അങ്ങനെ ഇപ്പോൾ നമ്മൾ കട്ടൊക്കെ ഇറക്കി കഴിഞ്ഞ് നേരെ അരികോട് പോകണം. ഫുള്ള് കാലിയായി. നേരെ വണ്ടി ആൾട്ടാക്കുക. ഓക്കെ ബായ്.